തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വന്ന് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 16-17 വയസ്സായ ഏറ്റവും ശക്തരായിട്ടുള്ള യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിച്ച് ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകേണ്ടത് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും പ്രധാന ചുമതലയാണ്. അപ്പൊ നമ്മൾ ഒരു ചെടിയെ വളർത്തുമ്പോൾ അതിനാവശ്യത്തിന് വെള്ളവും വളവും കൊടുക്കുന്നു. വെള്ളവും വളവും കൊടുത്തത് കൊണ്ട് മാത്രം അത് നന്നായി വളരണമെന്നില്ല. ആവശ്യത്തിന് പ്രകാശം, സൂര്യപ്രകാശം അനിവാര്യമാണ്. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രധാന വിഷയം ഈ യുവജനങ്ങളിലുള്ള അലസതയാണ്. യുവജനങ്ങൾ അവരുടെ ശക്തി, അവരുടെ ഊർജം ഒരല്പം പോലും വിനിയോഗിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയർ ആയിട്ടുള്ള സ്കൂളാണ്. 10, 60, 70 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇവിടെ ചെമ്പരുത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന മഹനീയ സന്ദേശം ലോകത്തിന് നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു ഭൂമിയാണ് ചെമ്പഴുന്തി. നമ്മുടെ സ്കൂൾ അറിയപ്പെടുന്നത് തന്നെ ശ്രീനാരായണ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. നമുക്ക് ഏകദേശം 10-24 സ്കൂളുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 24ഓളം സ്കൂളുകൾ SN ട്രസ്റ്റിനും SNDP യോഗത്തിനുമുണ്ട്. ഈ സ്കൂളുകളിൽ വെച്ചെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുകുലം, ഗുരുവിന്റെ കുലം എന്ന നാമധേയം നമ്മുടെ സ്കൂളിന് മാത്രമേ ഉള്ളൂ. ഞാനും ഈ സ്കൂളില് 25 വർഷം മുമ്പ്, 28 വർഷം മുമ്പ് ഈ സ്കൂളിൽ എനിക്ക് 6 വർഷം ഈ സ്കൂളിലും 2 വർഷം ഈ കോളേജിലും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം തന്നെ വളരെ സീനിയേഴ്സുള്ള അധ്യാപകരാണ്. കാരണം 25 മുതൽ 28 വർഷം വരെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പൊ ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ച പല കുട്ടികളുടെയും മക്കൾ തന്നെ ഇവിടെ +2 പാസ്സായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി തുടങ്ങിയ കാലം മുതൽ 1998 ഹയർ സെക്കൻഡറി തുടങ്ങിയ കാലം മുതൽ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. വളരെ സീനിയേഴ്സ് ടീച്ചേഴ്സാണ്. പക്ഷേ പൊതുവിൽ വർഷങ്ങൾ കടന്നു പോകും തോറും ഈ യുവജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഗുണമേന്മ കുറവ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവര് വിദ്യാഭ്യാസം എന്തിന് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു വ്യക്തിയിൽ നല്ല ഗുണങ്ങളും നല്ല സ്വഭാവ വൈശിഷ്ട്യങ്ങളും രൂപപ്പെടുന്നതിന് വീട്ടിൽ നിന്നേ തുടങ്ങേണ്ടതുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ ടീച്ചർ അമ്മയാണ്. അമ്മ, അച്ഛൻ, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, ചേട്ടൻ, ചേച്ചി, ഇവരിലൂടെ എല്ലാം സമ്പാദിക്കുന്ന അറിവും അനുഭവവും മനോഭാവവുമാണ് ഒരു കുട്ടിയെ വളർത്തുന്നത്. നല്ല കുട്ടിയായി തീരുക, അതാണ് ബേസിക്. ഒരു കുട്ടി നല്ലതായി തീർന്നാൽ ബാക്കിയെല്ലാം തനിയെ വരും. അല്ലാതെ കുറെ വിവരങ്ങൾ, കുറെ ഇൻഫർമേഷൻ മാത്രം നിറച്ചു വെച്ച് സംസ്കാരമില്ലാതെ വളർന്നാൽ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്ന അപജയം ഇന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 25-28 വർഷം പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഇന്നത്തെ കുട്ടികളെ പൊതുവെ നോക്കുമ്പോൾ, എല്ലാവരും അല്ല, വളരെ ചുരുക്കം കുട്ടികളുണ്ട്, പൊതുവെ നോക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു സ്വഭാവവിശേഷമല്ല. ശാരീരികമായി നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ ആ ശരീരത്തിനനുസരിച്ചിട്ടുള്ള മാനസിക പക്വതയോ നന്മയെ ഉൾക്കൊള്ളാനുള്ള കഴിവോ മനസ്സോ അവർക്കില്ല. ഇത് ഒരു ടീച്ചറുടെ മുന്നിൽ വരുന്ന 2 വർഷം കൊണ്ട് ശരിയാക്കേണ്ടതല്ല. ഇത് വളരെ ചെറുതിലെ, ഞാൻ ഇപ്പൊ പറയാനുള്ള കാരണം, ഇപ്പോ ഇവിടെ 17 വയസ്സിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ അനിയന്മാരും അനിയത്തിമാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും. വളരെ ചെറുതിലെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി, ചിലർക്ക് ദൈവവിശ്വാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഘടകം വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും തന്നെ ഓരോ മതവിഭാഗത്തിൽ ജനിച്ചു വീഴുന്നവരാണ്. ആ മതം നമുക്ക് പ്രദാനം ചെയ്യുന്ന മതത്തിന്റെ നന്മകളെ നമ്മൾ ചെറിയ കാലഘട്ടത്തിലെ പഠിച്ചു വരുന്ന കുട്ടികളിൽ പൊതുവെ നല്ല സ്വഭാവ വൈശിഷ്ട്യം,
കാണുന്നുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മാത്രം കൊടുത്ത് വളർത്തിയിട്ട് കാര്യമില്ല. കാരണം മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള പ്രധാന അന്തരം എന്ന് പറയുന്നത് നന്മ തിന്മകളെ മനസ്സിലാക്കുവാനും ഉള്ള പ്രധാന കഴിവാണ്. മൃഗങ്ങൾ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവൽ ആഹാരം കഴിക്കുന്നു, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ പോലെ മൃഗങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യന് മാത്രമാണ് വളരെ വലിയ മെമ്മറി കൊടുത്തിട്ടുള്ളത്. അവന്റെ മെമ്മറി വെച്ചിട്ട്, വിവേചന ശക്തി ഉപയോഗിച്ചിട്ട് വളരെ വലിയ രീതിയിൽ വളർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ബഹുഭൂരിപക്ഷം യുവജനത ആലസ്യത്തിലാണ് കിടക്കുകയാണ്. പിന്നെ കുറെ പേര് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ പശ്ചാത്തലം മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെയുള്ള യുവജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ തളർത്തി ലഹരി ഉപയോഗിക്കുക വഴി ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയല്ല, ഇന്ദ്രിയങ്ങളെ തളർത്തി ആനന്ദം കിട്ടുന്നു എന്ന് അവർ ധരിക്കുകയാണ്. എപ്പോഴും നമുക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കണം. ഇന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കണമെങ്കിൽ ലഹരിക്ക് അടിമപ്പെടരുത്. ബോധത്തോടുകൂടി മനഃപൂർവ്വം ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തിയായി വളരാൻ സാധിക്കൂ. പല രക്ഷകർത്താക്കൾ ഇപ്പോൾ ചെയ്യുന്നത്, കുട്ടികളെ കൊണ്ട് വീട്ടിൽ ഒന്നും ചെയ്യിപ്പിക്കില്ല. അമ്മ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നു, അച്ഛൻ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുകയാണ്. കുട്ടി VIP ആണ്. കുട്ടി VIP ആണ്. ഫോൺ കൊണ്ട് ബെഡിലൊക്കെ കിടക്കുകയാണ്. അവൻ പഠിക്കില്ല. ഒരുപക്ഷെ ഈ ഫോൺ ഉപയോഗിക്കുന്നത് രക്ഷകർത്താക്കളെക്കാളും വളരെ മുൻപന്തിയിലായിരിക്കാം കുട്ടി. പക്ഷെ പല കാര്യങ്ങളിലും കർമ്മശേഷി കുറഞ്ഞവരാണ്. ഇപ്പോ നമ്മളിവിടെ തന്നെ കുട്ടികളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വളരെ സ്ട്രെയിനാണ്. ഒരു കാര്യം ഈ 17 വയസ്സായ കുട്ടിയാണെങ്കിൽ പോലും ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇവർ പിറകെ നടന്ന് വിളിച്ചാലേ, മുമ്പ് അങ്ങനെയല്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. ഇത് വലിയ പാടാണ്. അപ്പൊ രക്ഷകർത്താക്കള് ഇതൊരു തുടക്കമായി കണ്ടുകൊണ്ട് കുട്ടികളെ ആദ്യമേ തന്നെ തുടക്കം മുതൽ, ഇപ്പൊ ഒരു കുട്ടി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4-5 മണി വരെ സ്കൂളിൽ ചെലവഴിക്കുകയാണ്. പിന്നെ അവൻ വീട്ടിൽ എത്തി ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ 7 മണി മുതൽ 10 മണി വരെ, അതായത് തുടക്കം മുതൽ ഒരു കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 7 മണി മുതൽ 10 മണി വരെ പഠിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ, രാവിലെ എണീറ്റ് 1 മണിക്കൂർ പഠിക്കാം, 4 മണിക്കൂർ. ഒരു ദിവസം നമുക്കറിയാം പകല് രാത്രിയായിട്ട് 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ കേവലം 4 മണിക്കൂർ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അവന് ഫുൾ A+ കിട്ടും. നല്ല ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഈ 4 മണിക്കൂറും അവൻ സ്വന്തമായിട്ട് പഠിക്കണം. സ്കൂളിൽ വന്നിരുന്ന് ഇത്രയും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടിയുടേതായി തീരണമെങ്കിൽ അവൻ വീട്ടിൽ ചെന്ന് അല്പം ഹോംവർക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പൊ ഈ 4 മണിക്കൂർ നിങ്ങൾ നല്ലൊരു തുടക്കമാണ്. അല്ലാതെ +2 കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് മോശമായതിനു ശേഷം അവൻ പഠിച്ചില്ല എന്ന് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നല്ലൊരു തുടക്കമാണ്. ഇന്ന് മുതൽ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കുട്ടി 3 മണിക്കൂർ, 7 മുതൽ 10 വരെ, ഏത് കുട്ടിയാണോ വൈകുന്നേരം രാത്രി 7 മുതൽ 10 വരെയുള്ള സമയം പാഴാക്കുന്നത്, രാവിലെ 1 മണിക്കൂർ പഠിക്കാത്തത്, അവന്റെ പഠനം പിന്നിലേക്ക് പോകും. പിന്നെ പല രക്ഷകർത്താക്കളും 10ാം ക്ലാസ് വരെയാണ് കുട്ടികളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാം ആയി എന്നൊരു തെറ്റിദ്ധാരണ അല്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധ കിട്ടേണ്ട, ഏറ്റവും പരിഗണന കിട്ടേണ്ട ഒരു സമയം ഈ +2 കാലയളവാണ്. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായി കണ്ടുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും ആദ്യമേ തന്നെ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അധ്യാപകരോട് നല്ലൊരു ബന്ധം, നല്ലൊരു സഹകരണം. ഇവിടെ ഒരു അധ്യാപകനും കുട്ടിയെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നവരല്ല. പിന്നെ കുട്ടി ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, പഠിക്കാതിരിക്കുമ്പോൾ, മറ്റ് കുറ്റകൃത്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ശകാരിയും ചിലപ്പോൾ ചെറിയ അടിയൊക്കെ കൊടുത്തുതിരിക്കും. അതിനോടെല്ലാം പൂർണ്ണമായ സഹകരണം രക്ഷകർത്താക്കൾ, നമ്മുടെ കുട്ടികളാണ്. അങ്ങനെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും കൂടി ചേർന്ന് നല്ല വ്യക്തികളെ, നല്ല സമൂഹത്തെ രൂപപ്പെടുത്താൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.